ദേവന്മാരും അസുരന്മാരും ഭൂലോകവാസികളും എല്ലാവരും ഈ തേജസ്സിൻ്റെ കാന്തിച്ചടയിൽ വ്യാകുലരായി. ദേവന്മാരാകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പിതൃക്കളെ, ഭൃഗുവംശത്തിലെ പൂർവികന്മാരായ പിതൃക്കളെ ദേവന്മാർ വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ പിതൃക്കൾ വന്ന് ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തിൻ്റെ ക്രോധത്തെ സംയമിക്കണം എന്ന് പറഞ്ഞു. ക്രോധ സംയമം. അപ്പോൾ ക്രോധത്തിൻ്റെ ലോകത്തിലുള്ള സർവ്വ ക്രോധങ്ങളുടെയും ഏതേതെല്ലാം കാരണങ്ങൾക്ക് ലോകത്തിൽ ഉണ്ടാകാമോ ആ ക്രോധങ്ങളുടെ മുഴുവൻ മൂർത്തിയായിട്ടാണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള അധർമ്മങ്ങളുണ്ടാകും. ആ പലതരത്തിലുള്ള അധർമ്മങ്ങൾക്കും കൂടി ഏകോപിച്ച് ഘനീഭവിച്ച് ജനിച്ച ക്രോധത്തിൻ്റെ നിത്യമൂർത്തി എന്ന നിലയിലാണ് അപൂർവൻ്റെ ജനനം. അപ്പോൾ ഈ വിവിധതരം ക്രോധങ്ങളെല്ലാം കൂടി ഒന്നിച്ച് കത്തി ജ്വലിച്ചതിൻ്റെ അനിവാര്യമായ അഗ്നിജ്വാലയിലാണ് ലോകം ദഹിക്കാൻ തുടങ്ങിയത്. അലങ്കാര കൽപ്പനയ്ക്ക് അല്ലെങ്കിൽ ചമൽക്കാര കൽപ്പനയ്ക്ക്, അലങ്കരണ വിദ്യയ്ക്ക്, സൗന്ദര്യ ദിദൃക്ഷയ്ക്ക്, ഇതിൻ്റെ മുകളിലേക്ക് ദിദൃക്ഷ, സൗന്ദര്യത്തെ എല്ലാം കൂടി ഒരിടത്ത് കാണാനുള്ള ഇച്ഛയാണ്. ദ്രഷ്ടും ഇച്ഛ ദിദൃക്ഷ, സ്രഷ്ടും ഇച്ഛ ശുശ്രൂഷ, വക്തും ഇച്ഛ വിവക്ഷ, പാതും ഇച്ഛ. ഇങ്ങനെ കുറേ വാക്കുകൾ രൂപീകൃതമാകും. അങ്ങനെ രൂപീകൃതമാകുന്ന എന്നാൽ സാധാരണ പ്രയോഗിക്കാറില്ലാത്ത ഒരു വാക്കാണ് ദിദൃക്ഷയും ശുശ്രൂഷയും. പക്ഷേ ഇതിന് കലയിൽ, സാഹിത്യത്തിലും കലയിലും, ഭാരതീയ സാഹിത്യത്തിലും കലയിലും വലിയ സ്ഥാനമുള്ള രണ്ട് വാക്കുകളാണ്. അതിനത്ര സ്ഥാനം കൽപ്പിച്ചിട്ടില്ലെങ്കിലും സ്ഥാനം കൽപ്പിക്കേണ്ടതാണ്. വൈദികമായി നോക്കുമ്പോൾ ശരിക്ക് നമ്മുടെ കലാവിജ്ഞാനത്തിൽ പ്രയോഗിക്കേണ്ടുന്ന രണ്ട് വാക്കുകൾ ഇവയാണ്, ഈ ദിദൃക്ഷയും ശുശ്രൂഷയും. ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാവനയുടെ സഹജമായ ഗുണം ദിദൃക്ഷയാണ്, കാണാനുള്ള ആഗ്രഹമാണ്. എന്ത് കാണാനുള്ള ആഗ്രഹം? സൗന്ദര്യം കാണാനുള്ള ആഗ്രഹം, സൗകുമാര്യം കാണാനുള്ള ആഗ്രഹം. പ്രപഞ്ചത്തിൻ്റെ അഭിരാമതകളൊക്കെയും കാണാനുള്ള ആഗ്രഹത്തിൻ്റെ പേരാണ് ദിദൃക്ഷ. പ്രപഞ്ചത്തിൻ്റെ അഭിരാമതകൾ സമസ്തവും, പ്രപഞ്ചത്തിൻ്റെ രാമണീയകങ്ങൾ സമഗ്രവും ആവിഷ്കരിക്കാനുള്ള പ്രതിഭാശാലിയുടെ ഇച്ഛയാണ് ശുശ്രൂഷ. അതുകൊണ്ട് ഈ ദിദൃക്ഷ ശുശ്രൂഷകൾ ഏകോപിതമായി പ്രവർത്തിക്കുന്ന, സമന്വയീകൃതമായി പ്രവർത്തിക്കുന്ന രണ്ട് തരം കലാസിദ്ധികളാണ്. ഈ അലങ്കാര കൽപ്പനയിൽ അപൂർവൻ്റെ ജനനത്തോടുകൂടിയുള്ള ക്രോധസംബന്ധമായ അലങ്കാര കൽപ്പനകൾ സൗന്ദര്യ കൽപ്പനയുടെ അല്ലെങ്കിൽ സൗന്ദര്യ ശുശ്രൂഷയുടെ, സൗന്ദര്യ സൃഷ്ടിയുടെ ഏറ്റവും സമുന്നതമായ തലമാണ്. അതിലും സമുന്നതമായ തലത്തിലേക്ക് ഒരിക്കലും ഒരു സൗന്ദര്യ ആവിഷ്കാര രീതിക്ക് ഉയരാൻ സ്ഥലമില്ല. അപ്പോൾ സർവ ക്രോധങ്ങളും ഏകോപിതമായി അപൂർവനിൽ ഏതെല്ലാം തരത്തിലുള്ള അധർമ്മങ്ങൾ ഓരോ കാലത്തും ഓരോ ജനവർഗത്തിനും ഓരോ ചരിത്ര സന്ദർഭങ്ങളിലും മനുഷ്യർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാത്തരം അധർമ്മങ്ങളുടെയും ദോഷത്തെ ചിന്തിച്ചിട്ട് ഉണ്ടായ സർവ ക്രോധ മൂർത്തിയായിട്ട് ഇദ്ദേഹം ജനിച്ചിരിക്കുകയാണ്. ആ ക്രോധത്തിൻ്റേതാണ് ജ്വാല മുഴുവനും. ക്രോധം ജ്വരമാണ്, ക്രോധം അഗ്നിയാണ്, അഗ്നി ജ്വരമാണ്, അതാണ് പനി. അതുകൊണ്ടാണ് തീ വരുന്നത്. അപ്പോൾ എല്ലായിടത്തേക്കും
അഗ്നികൾ അനിവാര്യമായ വിധത്തിൽ, ദുർനിവാരമായ വിധത്തിൽ കത്തിക്കാളി. അപ്പോൾ അത് ദേവന്മാർക്കും തടയാൻ സാധിക്കാതെ വന്നപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി വിചാരിച്ചു, ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതൃക്കളെ തന്നെ കൊണ്ടുവരിക, ഭൃഗുവംശത്തിൽ നിന്ന് അന്തരിച്ചു പോയിട്ടുള്ള, മൃതരായി പോയിട്ടുള്ള അവരുടെ പിതൃലോകത്ത് നിന്ന് അവരുടെ പിതൃക്കളെ കൊണ്ടുവരിക എന്ന് വിചാരിച്ചു. അങ്ങനെ പിതൃക്കളെ കൊണ്ടുവന്നു. ഈ കാർത്തവീര്യന്മാർക്ക് ഭൃഗുക്കളോടുണ്ടാവാനുള്ള ഒരു വൈരത്തിന് കാരണം ഈ പണം തിരിച്ചെടുക്കാൻ അവരാഗ്രഹിച്ചു എന്നുള്ള, അവർ കൊടുത്ത രത്നങ്ങൾ തിരിച്ചെടുക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളത് മാത്രമാണ്. വേറൊന്നുമില്ല. അതിങ്ങനെ ഈ തലമുറകളിലൂടെ നിലനിന്ന ഒരു വൈരമായി മാറാൻ എത്ര പരിണമിക്കാൻ കാരണം എന്തായിരുന്നു? അല്ല, അതിനിടയ്ക്ക് കൊലപാതകങ്ങൾ നടന്നു. അവരുടെ കുടുംബത്തിലെ ഏറ്റവും ശാന്തനായ, ഇവർ പൊതുവെ ശാന്തന്മാരല്ല ഭൃഗുക്കൾ. അപ്പോൾ അവരുടെ കുടുംബത്തിലെ ഏറ്റവും ശാന്തനായ, ധനുർവേദം അഭ്യസിപ്പിക്കുന്ന ധനുർവേദ ആചാര്യനായ ജമദഗ്നിയെ കൊന്നു. അപ്പോൾ അദ്ദേഹം ശാന്തനായിരിക്കുന്നത് കാണുമ്പോഴെങ്കിലും അദ്ദേഹത്തെ കൊല്ലാതെ വിടണ്ടേ? പിന്നെ അദ്ദേഹം ഇതിനൊന്നും നേരിട്ട് ഉത്തരവാദിയുമല്ല. ഇത് അവരുടെ വംശത്തിലെ കൃതവീര്യൻ എന്ന പേരുണ്ടായിരുന്ന അവരുടെ ഒരു പൂർവികൻ, കൃതവീര്യൻ എന്ന പേരിൽ 3 പേരെങ്കിലും അവരുടെ ഈ ഹേഹയ രാജവംശത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം. കൊടുത്തതാണ്, ചോദിച്ചു വാങ്ങിയതല്ല, കൊടുത്തതാണ്. സ്വമേധയാ സ്വേച്ഛാപൂർവം കൊടുത്തതാണ്, ഇച്ഛാപൂർവകമായി കൊടുത്തതാണ്, അവരുടെ സന്തോഷത്തിന് വേണ്ടി കൊടുത്തതാണ്. പിൻതലമുറക്കാർക്ക് തോന്നി ഇതെല്ലാം കൊട്ടാരത്തിൽ ഇരുന്ന ധനനിക്ഷേപങ്ങളെല്ലാം സ്വകീയമായ, രാജ്യത്തിൻ്റെ അല്ല, ഭണ്ഡാകാരത്തിൻ്റെ അല്ല, സ്വകീയമായ ധനനിക്ഷേപങ്ങളെല്ലാം അവർക്ക് പലപ്പോഴായി മറ്റ് രാജാക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാരിതോഷികങ്ങൾ സമസ്തവും എടുത്ത് മഹർഷിമാർക്ക് കൊടുത്തു കളഞ്ഞു. മഹർഷിമാർക്ക് പരിപൂർണമായും ഇത് തിരസ്കരിക്കാമായിരുന്നു. പക്ഷേ ആശ്രമങ്ങൾ നടത്തുന്ന മഹർഷിമാർ ദക്ഷിണകൾ തിരസ്കരിക്കാറില്ല. കാരണം ഇത് നടത്തിക്കൊണ്ടു പോകണമല്ലോ. ആശ്രമം നടത്തിക്കൊണ്ടു പോവുകയും അവിടെ പഠിക്കാൻ വരുന്ന ബ്രഹ്മചാരികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ചിലവ് നടക്കണമല്ലോ. അവരുടെ ഭക്ഷണം തുടങ്ങിയിട്ടുള്ള ചിലവുകൾ നടത്തുന്നതിനും മറ്റ് ഗ്രന്ഥരചനയ്ക്കും അതിനുള്ള ഓല സമ്പാദിക്കുന്നതിനും എഴുത്തോലകൾ സമ്പാദിക്കുന്നതിനുമൊക്കെ പല തരത്തിൽ ഉള്ള പണം ആവശ്യമായതുകൊണ്ട്, ധനം ആവശ്യമായതുകൊണ്ട് അത്തരം ആളുകൾ ധനം കിട്ടിയാൽ, യഥാർത്ഥ സന്യാസികൾ ധനം സ്വീകരിക്കാറില്ലെങ്കിലും ഇവർക്ക് ധനം സ്വീകരിക്കാതെ നിവർത്തിയില്ല. ഇപ്പോൾ ഗ്രാൻഡ് വാങ്ങുന്നത് പോലെയാണ്. ഗവൺമെൻറ്റിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്നത് പോലെയുള്ള ഒരു കൊടുക്കലാണ്. പക്ഷേ ഇത് എടുത്തങ്ങ് കണ്ടമാനം കൊടുത്തു കളഞ്ഞു. കൊട്ടാരത്തിൻ്റെ സ്വത്ത് തീരുന്നതുവരെ അങ്ങ് തീർത്ത് കളഞ്ഞു. പിന്നെ അവർക്ക് സ്വന്തമായ സ്വത്തില്ല, പിന്നെ രാജ്യമേ ഉള്ളൂ, അത് അവരുടെ സ്വത്തല്ലല്ലോ. അപ്പോൾ സ്വകീയമായ സ്വത്ത് മുഴുവനും എടുത്ത് ദാനം ചെയ്തതിൽ പിൽക്കാലത്ത് വന്ന രാജാക്കന്മാർക്ക് അതറിഞ്ഞപ്പോഴുണ്ടായ വൈരമാണ്, ഇവർ തമ്മിലുള്ള ഈ വൈരം നീണ്ടുപോകാനുള്ള കാരണം. അത് മൂത്താണ് ഇല്ലാ കാരണമുണ്ടാക്കി അർജുനൻ എന്ന പേരുള്ള കാർത്തവീര്യൻ ഹേഹ രാജാവ് ജമദഗ്നിയെ വധിച്ചത്. ഒരില്ലാ കാരണം ഉണ്ടാക്കി എന്നേ ഉള്ളൂ. ആ കഥ മാത്രമാണ് പ്രസിദ്ധം. പരശുരാമനുമായിട്ടുണ്ടായ യുദ്ധത്തിൻ്റെ കഥയാണ് പ്രസിദ്ധം. മുൻവൈരങ്ങൾ അധികം കേട്ടിട്ടില്ല. മുൻവൈരങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല. ഇത് അവരുടെ വംശത്തിൻ്റെ സ്ഥാപകനായ ഭൃഗു എങ്ങനെയാണ് ജനിക്കുന്നത്? ഭൃഗു ബ്രഹ്മാവിൻ്റെ ചർമ്മത്തിൽ നിന്ന് ജനിച്ചവനാണ്. അപ്പോൾ ഭൃഗുമുതലേ ഉള്ള കഥകളുണ്ട്. പക്ഷെ പ്രസിദ്ധമായത് പരശുരാമൻ അവതാര പുരുഷനായതുകൊണ്ട് പരശുരാമൻ രാമനുമായിട്ട് ഏറ്റുമുട്ടിയത് കൊണ്ടാണ്, ദാശരഥി രാമനുമായിട്ട് ഏറ്റുമുട്ടിയത് കൊണ്ടാണ് പരശുരാമൻ പ്രസിദ്ധനായത്. അല്ലെങ്കിൽ പരശുരാമനും ഇവരെ പോലെ തന്നെ അത്ര വളരെ ഇന്ന് നാം കേട്ട് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു വിശ്രുതി അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നില്ല. പിന്നെ മറ്റൊരു കാരണം, അദ്ദേഹത്തിൻ്റെ യശസ്സിന് 21 വട്ടം ഈ ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെയെല്ലാം അന്വേഷിച്ച് നടന്ന് കൊന്നു തീർത്തു എന്നതാണ്. അങ്ങനെ കൊന്നു തീർത്തിട്ടാണ് അതിൻ്റെ പാപപരിഹാരമായിട്ട് ബ്രാഹ്മണർക്ക് ഭൂമിദാനം ചെയ്തത്. ഈ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പരശുരാമൻ്റെ കഥ പറയില്ലേ, അതിലെത്രത്തോളം സത്യമുണ്ട്? അങ്ങനെ ഒന്ന് ഒരു മഴുവേറി കേരളം സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു ആണ് നവഭാരതത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് പോലെയാണ്. ആലങ്കാരികമാണ്. അത് ഒരു ആലങ്കാരികമായ പ്രതീകാത്മകമായ കൽപ്പനയാണ്. അത് മിത്ത് കൊണ്ടുള്ള വർണ്ണനയാണ്, മിത്ത് കൊണ്ടുള്ള സംസാരമാണ്. എപ്പോഴും ഭാവനാശാലികൾ
ഒന്നുകിൽ അലങ്കാരങ്ങളിലൂടെ, അല്ലെങ്കിൽ മിത്തുകളിലൂടെ, അല്ലെങ്കിൽ ബിംബകൽപ്പനകളിലൂടെ, അല്ലെങ്കിൽ പ്രതീകകൽപ്പനകളിലൂടെ, അല്ലെങ്കിൽ അന്യാപദേശത്തിലൂടെ ഇങ്ങനെ സംസാരിക്കും. അത് ബിംബകൽപ്പനാപരമായ കലയുടെ ഒരു ആവിഷ്കൃതി പ്രകാരം എന്ന നിലയിലാണ് നാം അതിനെ കാണേണ്ടത്. ജവഹർലാൽ നെഹ്റു നവഭാരതത്തിൻ്റെ ശില്പിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാരതം ഉണ്ടാക്കി എന്നർത്ഥമില്ലാത്തതുപോലെ പിന്നെ എത്രത്തിലാണ് അധാർമികമായ അനാശാസ്യമായ സംസ്കാരരഹിതമായ പ്രാകൃതമായ അധാർമികമായ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന കേരളത്തെ ധാർമ്മികതയുടെ ഉന്നത നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ സംസ്കാരത്തെ ഉയർത്തി പ്രതിഷ്ഠിച്ചു. അതിന് മഴവും ഉപയോഗിക്കേണ്ടി വന്നു. മഴ എറിഞ്ഞത് പലരുടെയും തലകളയാനാണ്. ധർമ്മത്തിന് എതിരായിട്ട് നിൽക്കുന്ന പലരുടെയും തലകളയുന്നതിന് വേണ്ടിയാണ് മഴ എറിഞ്ഞത്. അല്ല, മഴ എറിഞ്ഞത് കടലിലേക്കല്ല. അതാണ് മഴുവിൻ്റെ പ്രയോഗം. അപ്പോൾ മഴ എറിഞ്ഞു എന്ന് പറയുന്നതിനെ നാം ആ നിലയിലാണ് കാണേണ്ടത്. മഴ എറിയുക എന്ന് പറഞ്ഞാൽ എന്താ മാങ്ങ പറിക്കാൻ ആണോ മഴ എറിയുന്നത്? അല്ല, മഴ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. ആ ആയുധം എടുത്ത് പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് അധർമ്മത്തിനെതിരെ എടുത്ത് പ്രയോഗിച്ചതാണ്. അധർമ്മഷ്ടന്മാരുടെ പേര് പറയാതെ അധർമ്മത്തിൻ്റെ തല കൊയ്തു എന്ന അലങ്കാര കൽപ്പനയിലൂടെ കേരളത്തിലെ അധാർമികതയെ ഉന്മൂലനം ചെയ്തു. കേരളത്തിലെ മാത്രമല്ല, അധാർമികമായ ഭരണത്തെ മുഴുവനും ഉന്മൂലനം ചെയ്തു. അതാണ് ക്ഷത്രിയന്മാരെ കൊല്ലൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതാണ് അധാർമികതയെ ഇല്ലാതെയാക്കാനാണ്. ഭരണാധിപന്മാരെ മര്യാദ പഠിപ്പിച്ചു. ഭരണാധിപന്മാരെ ധാർമ്മികമായി ഭരിക്കാനുള്ള പ്രേരണയ്ക്ക് വശംവദരാക്കി. അപ്പോൾ അത് ഒരു സാംസ്കാരികമായ നവോത്ഥാനത്തിൻ്റെ നായകൻ എന്ന നിലയിലാണ് പരശുരാമന് കേരളത്തിൽ പ്രസക്തി. അല്ലാതെ കടലിൽ നിന്ന് കടലിനെ മാറ്റിയിട്ട് കുറേ സ്ഥലം നികർത്തിയെടുത്തു അല്ലെങ്കിൽ ഉയർത്തിയെടുത്തു, മഴ വരുന്നത് കൊണ്ട് കടൽ മാറിക്കൊടുത്തു എന്നർത്ഥമില്ല അതിന്. അത് സാംസ്കാരിക നവോത്ഥാനത്തിൽ നിന്ന് അതിൻ്റെ ചരിത്രപരതയെ ഉലിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അതിനെ ഒരു മിത്തിൻ്റെ പട്ടുടുപ്പിച്ചു. ഇപ്പോൾ ചരിത്ര സംഭവങ്ങളെ മിത്തിൻ്റെ പട്ടുടുപ്പിച്ച് മിത്തിൻ്റെ പട്ടുടയാടകളിൽ കൂടി അവതരിപ്പിക്കുക എന്നതാണ് ആരുടെ രീതി? വ്യാസൻ്റെ രീതി. പൊതുവേ ജീനിയസുകളുടെ ഒക്കെ രീതി. അത് മൂഢന്മാരായ ആളുകൾ, മൗഢ്യത്തിനാണല്ലോ ലോകത്തിൽ പഞ്ഞമില്ലാത്തത്. മൂഢന്മാരായ ആളുകൾ പരശുരാമൻ ഗോകർണത്ത് നിന്നുകൊണ്ട് കയറി, ഗോകർണത്തെ ചെറിയ കുന്നുപോലത്തെ പർവ്വതമുണ്ട്, ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഒറ്റയേറി മഴ. അതെവിടെ നിന്നാണ് അത്രയും സ്ഥലത്തെ അങ്ങ് മാറിക്കൊടുത്തു. അപ്പോൾ തമിഴ്നാട് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അർത്ഥം വരും അതിന്. മഹാഭാരതത്തിൽ തന്നെ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വ്യാസൻ അങ്ങനെ കരുതുമോ പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചത്? പക്ഷേ കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണ്. എന്തർത്ഥത്തിൽ? ഒരു സാംസ്കാരികമായ പുനഃസൃഷ്ടി നടത്തി. കേരളത്തിലെ കള്ളവാറ്റുകാരെയും കേരളത്തിലെ പൂഴ്ത്തിവയ്പ്പുകാരെയും കേരളത്തിലെ വ്യാജ വാണിജ്യക്കാരെയും കേരളത്തിലെ രാഷ്ട്രീയ വിൽപ്പനക്കാരെയുമെല്ലാം അവരുടെ കഴുത്ത് അരിഞ്ഞ് ധാർമ്മികമായ ആശാസ്യമായ നീതിപൂർണമായ ഒരു ഭരണകൂടം സ്ഥാപിച്ചു. അന്നത്തെ അധാർമികന്മാരെ, ക്ഷത്രിയന്മാരെ എല്ലാം കൊന്നൊടുക്കിയിട്ട്. അതുകൊണ്ട് അദ്ദേഹം കേരള നവോത്ഥാനത്തിൻ്റെ കാരണക്കാരനാണ്. കേരള നവോത്ഥാനത്തിൻ്റെ കാരണക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ കേരള ശില്പി എന്ന് വിളിച്ചു. ആ കേരള ശില്പി എന്ന ചരിത്രപരമായ പ്രയോഗത്തിൻ്റെ മിഥോളജിക്കൽ പ്രയോഗമാണ്, അല്ലെങ്കിൽ പുരാവൃത്തശാസ്ത്രപരമായ പ്രയോഗമാണ് അദ്ദേഹമാണ് കേരളം സൃഷ്ടിച്ചത് എന്നത്. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞാൽ മാതാവാരാണ്? കസ്തൂർബായാണോ? അല്ലല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു സേവനത്തെ പ്രകീർത്തിക്കാൻ വേണ്ടി നടത്തിയ ഒരു അലങ്കാര കൽപ്പനയാണ്. അത് മാത്രമല്ല, ഈ വാമനൻ്റെ അവതാരം പരശുരാമന് വളരെ മുമ്പാണ് മഹാബലി കേരളം വാണിരുന്നതായിട്ട് പുരാണങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ ഒരു ഓർഡറിലൊരു ഇത് വരും, വാമനൻ കഴിഞ്ഞിട്ട്. പുരാണങ്ങളിൽ കേരളം മഹാബലി വാണിരുന്നു എന്ന് പറയുന്നുണ്ടോ?
അല്ല, അങ്ങനെ ഒരു പഴങ്കഥയോടെ പ്രചരിച്ചിട്ടുണ്ട്. സങ്കല്പമല്ലേ? അങ്ങനെ പറയുന്നില്ല. കേരളത്തിൽ അങ്ങനെ ചില പാട്ടുകൾ നാവേലി നാട് വാണിയിടും കാലം അങ്ങനെ പാടി നടന്നിരുന്നു എന്നുള്ളതല്ലാതെ പുരാണങ്ങളിൽ കേരളം എന്നെങ്കിലും ശോണിതപരമാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. ഈ കേരളത്തിന് പഴയ സൂചനകളിൽ കേരളം എന്നുള്ള പേരാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അതോ ഏത് തരത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? കേരളം എന്നുള്ള പേരും ചേരളം എന്നുള്ള പേരും സൂചിപ്പിച്ചിട്ടുണ്ട്. കായും ചായയും തമ്മിൽ ക്യാരക്ടറും ചാരക്ടറുണ്ട്. ചാർട്ട്, കാർട്ട് എന്നും വായിക്കാം. കൈസർ, ചൈസർ, അത് തന്നെയാണ് ലാറ്റിൻ ഭാഷയിൽ സീസറാണ്. സീസർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരല്ല, അദ്ദേഹത്തിൻ്റെ പേര് ജൂലിയസ് എന്നാണ്. രാജാവ് എന്നുള്ള അർത്ഥത്തിൽ ഉള്ള വാക്കാണ് സീസർ. അത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നതാണ്. ഗ്രീക്ക് ഭാഷയിലാകുമ്പോൾ അത് ചീസർ എന്ന് പറയും. അത് ലാറ്റിനിലേക്ക് വന്നപ്പോൾ അത് സീസറായി, ചാസായിട്ട് ഉച്ചരിച്ചു. അത് വീണ്ടും ജർമ്മൻ ഭാഷയിലേക്ക് വന്നപ്പോൾ സീസർ കൈസറായി. കൈസർ എന്ന് വെച്ചാൽ രാജാവ് എന്നാണ് അർത്ഥം. അത് തന്നെയാണ് റെക്സ്, എഡിപ്പസ് റെക്സ്, എഡിപ്പസ് രാജാവ്, ദ റെക്സ് എഡിപ്പസ്. ഇപ്പം ഇങ്ങനെ ചകാര കകാരങ്ങൾ ഇങ്ങനെ മാറി വരും. ആളുകളുടെ ഓരോ കാലത്ത് വരുന്ന ഉച്ചാരണ രീതി അനുസരിച്ച് ഉണ്ടാകുന്ന വ്യത്യാസമാണ്. പിന്നെ ഇതെല്ലാം സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം കചടതപങ്ങളാണ്. ഇപ്പോൾ കായ്ക്ക് വരും ചാ വരാം, ചായക്ക് വരും ടായും വരാം, തായും പായും ഒക്കെ വരാം, മാറി വരാം. ഭാഷ നേരത്തെ സൂചിപ്പിച്ചു ഈ ഖജനാവ് മുഴുവൻ ദാനം കൊടുത്ത് ശൂന്യം രാജാവിൻ്റെ പണം മുഴുവൻ, രാജാവിൻ്റെ സ്വന്തം പണം ശൂന്യമാക്കി എന്ന് പറയുന്നു. അപ്പോൾ രാജ്യഭരണത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണമല്ല. അപ്പൊ അങ്ങനെ രാജാക്കന്മാർക്ക് വ്യക്തിപരമായ സ്വത്തുണ്ടല്ലോ. ഇപ്പോൾ ചിത്ര തിരുനാൾ മഹാരാജാവിന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ട്. കൊച്ചി രാജാവിന് അത്രയും പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നില്ല. അത് രാജ്യത്തിൻ്റെ സ്വത്തല്ല, രാജകുടുംബത്തിൻ്റെ സ്വന്തം സ്വത്താണത്. അത് വേണമെങ്കിൽ രാജ്യകാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ചിലവാക്കാം, വേണമെങ്കിൽ ചിലവാക്കണമെന്നില്ല. ഇത് രാജകുടുംബത്തിൻ്റെ ചിലവിന് മാത്രമുള്ള, രാജകുടുംബത്തിൻ്റെ ചിലവിന് പൊതുഖജനാവിൽ നിന്നല്ല എടുക്കുന്നത്. അതിന് രാജാവിന് സ്വന്തം സ്വത്തുണ്ട്. അത് പണ്ട് മുതലേ നിലനിൽക്കുന്നതാണ്. രാജവംശം ആരംഭിച്ച കാലം മുതലേ അവരുടെ പേരിൽ നിലനിന്ന് പോരുന്ന സ്വത്താണത്. അതവർ കരം കൊടുത്ത് നിലനിർത്തുന്ന സ്വത്താണ്. രാജാവിൻ്റെ തന്നെ ട്രഷറിയിലേക്ക് ഈ സ്ഥലങ്ങളുടെ എല്ലാം കരം കൊടുക്കും. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് ഈ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഭാരതീയമായ അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ കാഴ്ചപ്പാട്. കാരണം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകിച്ച് സാമ്പത്തിക മാനേജ്മെൻറ്റ് രംഗത്ത് ഈ WTOയുടെയും തുടർന്ന് വന്ന ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ക്ഷേമനിധികൾ, അതുപോലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കുള്ള സൗജന്യങ്ങൾ, സബ്സിഡികൾ, ഇതൊക്കെ നിർത്തലാക്കുകയും വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ക്ഷേമരാഷ്ട്രം എന്നുള്ളൊരു സങ്കല്പം നമുക്കുണ്ടായിരുന്നു നെഹ്റുവിൻ്റെ കാലത്തൊക്കെ. ഇന്ന് അത് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ. ഈ മഹാഭാരതത്തിൻ്റെ കാലത്തിൽ, മഹാഭാരത ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികൾ, നമ്മൾ ഈ സാമ്പത്തിക ഭാഷയിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മാനവശേഷി വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന പണം, തൊഴിലില്ലായ്മ പെൻഷൻ അല്ലെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള മഹാഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഇന്ദ്രപ്രസ്ഥം കേന്ദ്രമാക്കിക്കൊണ്ട് ഭാരതത്തിലെ രാജാക്കന്മാരെയെല്ലാം രാജസൂയം നടത്തി സാമന്ത രാജാക്കന്മാരാക്കിക്കൊണ്ട് ഭരണം ധർമ്മപുത്രർ ഏറ്റെടുത്തപ്പോൾ ചെയ്തതിലെ പ്രധാനപ്പെട്ട ഒന്ന് വൃദ്ധന്മാർക്കെല്ലാം വാർദ്ധക്യകാല പെൻഷൻ അനുവദിക്കുക എന്നതായിരുന്നു. വാർദ്ധുഷി എന്നാണ് പെൻഷൻ എന്നുള്ളതിൻ്റെ വാക്ക്, വാർദ്ധുഷി. അപ്പോൾ എല്ലാവർക്കും വൃദ്ധന്മാർക്കെല്ലാം വാർദ്ധുഷി കൊടുക്കാനുള്ള ഉത്തരവാണ് അദ്ദേഹം ആദ്യം പുറപ്പെടുവിച്ചത്. അത് ഖജനാവിൽ നിന്നുള്ള പണമാണ്, അതനുവദിച്ചു. അപ്പോൾ ഈ വാർദ്ധക്യകാല പെൻഷൻ എന്നുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് ഗവൺമെൻറ് സ്വന്തം ട്രഷറിയിൽ നിന്ന്, ഭണ്ഡാകാരത്തിൽ നിന്ന്, സർക്കാർ ഭണ്ഡാകാരത്തിൽ നിന്ന്, ഭരണകൂടത്തിൻ്റെ ധർമ്മ ഭണ്ഡാകാരത്തിൽ നിന്ന് പണം അനുവദിക്കുക എന്നത്, സമ്പത്ത് അനുവദിക്കുക എന്നത് ഒരു പുത്തൻ കാര്യമല്ല. അത് വളരെ പ്രാചീനമായ ഒരു സംഗതിയാണ്. ആർക്കെല്ലാം അങ്ങനെ പെൻഷൻ അനുവദിക്കേണ്ടതാണെന്ന് അർത്ഥശാസ്ത്രത്തിൽ വിഷ്ണു ഗുപ്തൻ പറയുന്നുണ്ട്.
പക്ഷേ പുതിയ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ ഇത് ഈ അലസന്മാരെ സൃഷ്ടിക്കാനും തൊഴിലില്ലായ്മ പെൻഷൻ അതുപോലെ തന്നെ ഒരു അൺപ്രൊഡക്റ്റീവായിട്ടുള്ള അല്ല, വൃദ്ധന്മാർക്ക് അലസതയല്ലാതെ പിന്നെ മറ്റൊന്നുമില്ല. അവരെ രാഷ്ട്രത്തെ സേവിച്ച് രാഷ്ട്ര സേവനത്തിൽ നിന്ന് വാർദ്ധക്യം കൊണ്ട് ജോലി ചെയ്യാൻ വയ്യാതെ ആയിത്തീർന്നവരാണ്. അവരെ സംരക്ഷിക്കേണ്ടത് അവരെ ഏത് സ്റ്റേറ്റിന് വേണ്ടിയാണോ അതുവരെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സ്റ്റേറ്റിൻ്റെ ധാർമ്മികമായ ചുമതലയാണ്. ഇത് പുത്തൻ ഉപഭോഗ സംസ്കാരത്തിൻ്റെ മസ്തിഷ്കത്തിൽ ഉദിച്ച ഒരു ദുർവ്യായാമത്തിൻ്റെ ഫലമായി ഉണ്ടായതാണത്. അത് ഭാരതീയ സങ്കല്പത്തിൽപ്പെട്ടതല്ല. അവശനായ ഒരാളെ സഹായിക്കേണ്ടത് എപ്പോഴും സ്റ്റേറ്റിൻ്റെ ചുമതലയാണ്. അല്ലെങ്കിൽ അതുപോലെ സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിൽ ഓരോ അവശതാ വിഭാഗത്തിനും ധനം വ്യയം ചെയ്യാനുള്ള സന്നദ്ധ സംഘടനകളുണ്ടായിരിക്കണം. അതിനും സ്റ്റേറ്റ് തന്നെ മുൻകൈ എടുക്കേണ്ടി വരും. അത്തരം സന്നദ്ധ സംഘടനകളും പ്രാചീന സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. അല്ലാതെ അവശ്യ വിഭാഗങ്ങളെ കൈവിട്ട് കളയുക എന്നൊരു സമ്പ്രദായം, അവരുടെ നിലയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യമായി പലരും എതിർത്തെങ്കിലും ധർമ്മപുത്രർ കൃഷിപ്പുഴ വരുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഉത്തരവിട്ടു. ഇപ്പോഴത്തെ സബ്സിഡിയുടെ കാർഷിക കടങ്ങൾ ഇങ്ങനെ അനേകം ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹം വരുത്തി. അതിനു മുമ്പ് അത്തരം പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നതായോ അത്തരം ഇളവുകൾ കൊടുത്തിരുന്നതായോ സൂചനയില്ല. മഹാഭാരതത്തിൽ സൂചനയില്ല, മറ്റ് സ്മൃതികളിലും സൂചനയില്ല. മനുവിൻ്റെ സങ്കല്പങ്ങളുണ്ട്. അങ്ങനെ മനുസ്മൃതി, ഇന്ന് നാം കാണുന്ന മനുസ്മൃതി മനു അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളതല്ല. അതിലേക്ക് പിൽക്കാലത്ത് വന്ന രാജാക്കന്മാർ പലതും കൂട്ടിച്ചേർത്ത് വികസിച്ച് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് മാത്രമേ മനു പറഞ്ഞിട്ടുള്ളൂ. മനുസ്മൃതിയിൽ തന്നെ പല ശ്ലോകങ്ങൾ അവസാനിക്കുന്നത് മനുരബ്രവീദ് എന്ന് പറഞ്ഞിട്ടാണ്. മനു നേരിട്ട് എഴുതുകയാണെങ്കിൽ മനുരബ്രവീദ് എന്ന് പറയണ്ടല്ലോ. അപ്പോൾ മനുവിൻ്റെ ജൂറിസ്പ്രൂഡൻസ് അനുസരിച്ച്, മനുവിൻ്റെ നിയമശാസ്ത്രമനുസരിച്ച് ഓരോ രാജ്യത്തിലും ആ രാജ്യത്തിൻ്റെ കാലാവസ്ഥയും ആ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതവും ആ രാജ്യത്തിൻ്റെ വരുമാനവും ആ രാജ്യത്തെ കുറ്റകൃത്യങ്ങളുടെ നിരക്കുമനുസരിച്ച് രാജാക്കന്മാർ പലതരത്തിൽ പിന്നീട് നിയമങ്ങൾ പുതുക്കി എഴുതി പോന്നിട്ടുണ്ട്. അതെല്ലാം കൂടി പിന്നീട് സമാഹരിച്ചതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഭൃഗു സംഹിത എന്ന പേരുള്ള മനുസ്മൃതി. അത് മനു നേരിട്ട് പറഞ്ഞിട്ടുള്ളതല്ല അതൊന്നും. ഇപ്പോൾ മനു ഇങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്, അവശത ഉള്ള ജനങ്ങളെ സഹായിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ രാജാവിൻ്റെ കടമയാണ്. അന്ന് രാഷ്ട്രം എന്നുള്ളതിനും രാജാവ് എന്നുള്ളതിനൊക്കെ പലപ്പോഴും രാജാവ് എന്നുള്ള പദം മാത്രമേ ഉപയോഗിക്കൂ. രാഷ്ട്രം എന്നുള്ള വാക്ക് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്, അർത്ഥശാസ്ത്രത്തിലില്ല എന്നല്ല. എന്നാലും കൂടുതൽ ഉപയോഗിക്കുക രാജാവ് എന്നുള്ളതാണ്. രാജാവിനാൽ പരിപാലിതമായ സ്ഥലമാണ് രാഷ്ട്രം. അപ്പം അങ്ങനൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. സബ്സിഡി കൊടുക്കണ്ട എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. സബ്സിഡി കൊടുക്കണ്ട എന്ന് പറയുന്ന രാജ്യങ്ങളിൽ അവർ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മൂന്നാം ലോകങ്ങളോട് ഒന്നാം ലോക നിരയിലുള്ളവർ കാണിക്കുന്ന ഒരു അധീശത്വ മനോഭാവത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് ഈ സൗജന്യങ്ങൾ ഇല്ലാതെയാക്കൽ. സൗജന്യങ്ങൾ എന്നും ചെയ്യേണ്ടി വരും. കുടുംബത്തിൽ പോലും എല്ലാ അംഗങ്ങളോടും ഒരുപോലെ ആയിരിക്കരുത് ഒരു കുടുംബനാഥന് പെരുമാറേണ്ടത്. അയാൾക്ക് സമത്വബോധം ഉണ്ടായിരിക്കണം. പക്ഷേ അവശത വന്നയാളിന് പ്രത്യേകമായ ശുശ്രൂഷ കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഒരിടത്തും കുടുംബത്തിൽ സാധ്യമല്ല, സമൂഹത്തിൽ സാധ്യമല്ല, സംഘടനകളിൽ സാധ്യമല്ല. അപ്പോൾ അവശന്മാർക്ക് സാന്ത്വനം അതെല്ലാ തരത്തിലുമാകാം. അത് ശുശ്രൂഷയായിട്ടാവാം. പിന്നെ വൃക്ഷങ്ങളുടെ ആയുർവേദ ആശുപത്രികൾ സ്ഥാപിച്ചു ധർമ്മപുത്രർ. സസ്യകുലത്തിന് ആയുർവേദ ചികിത്സ. ആയുർവേദ ചികിത്സയെ പരിഷ്കരിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടന്നു. വൈദ്യന്മാരെ കർശനമായി നിയന്ത്രിച്ചു. അവർക്ക് തോന്നിയതുപോലെ ഫീസ് വാങ്ങിക്കാനോ തോന്നിയതുപോലെ പ്രതിഫലം വാങ്ങിക്കാനോ ഒന്നും സാധ്യമല്ല. ഇങ്ങനെ ഒട്ടേറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ഒട്ടേറെ പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്തു.
അത് എണ്ണി വ്യാസൻ അതിൽ പറയും. നമുക്ക് അത്ഭുതം തോന്നും. ഇന്ന് പോലും നമുക്ക് പുതുമയാണെന്ന് തോന്നുന്ന പരിഷ്കാരങ്ങളാണ്, ഭരണപരിഷ്കാരങ്ങളാണ് അദ്ദേഹം വരുത്തിയത്. 18 ഭരണപരിഷ്കാരങ്ങൾ വരുത്തി അദ്ദേഹം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, അതിനു മുമ്പില്ലായിരുന്നതാണ് ഈ വാർദ്ധക്ഷിയുടെ ഏർപ്പെടുത്തൽ. പിന്നെ ശമ്പളം വർദ്ധിപ്പിച്ചു. ദുര്യോധനൻ്റെ ഭരണകാലത്തും ധൃതരാഷ്ട്രയുടെ ഭരണകാലത്തും ഉണ്ടായിരുന്നതിനേക്കാൾ എല്ലാ വിഭാഗക്കാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചു. പിന്നെ ഇവിടെ ലായത്തിൽ വളർത്തുന്ന കുതിരകളുടെയും അതുപോലെ പശുക്കളുടെയും കാളകളുടെയും ഒക്കെ ക്ഷേമത്തിന് വേണ്ടി പുതുതായിട്ട് ഉദ്യോഗസ്ഥന്മാരെ റിക്രൂട്ട് ചെയ്തു. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ എടുത്തു. അല്ലാതെ ഇത് പോസ്റ്റുകളൊക്കെ വേക്കൻ്റായി കിടക്കട്ടെ എന്നല്ല അദ്ദേഹം പറഞ്ഞത്. പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കുകയും ആളുകളെ നിയമിക്കുകയും ചെയ്തു. കാരണം എഫിഷ്യൻസിക്ക് വേണ്ടി. ധർമ്മപുത്രർ പുതിയ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പോപ്പുലിസ്റ്റ് ഭരണാധികാരിയായിരുന്നു എന്ന് പറയാനൊക്കെ. അല്ല, ശിക്ഷയും ഇതുപോലെ തന്നെയായിരുന്നു. വളരെ നിർദാക്ഷിണ്യമായ ശിക്ഷയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹം. അതുകൊണ്ട് കുറ്റവാളികളില്ലാതെയായി. ഈ ശിക്ഷയെക്കുറിച്ച് ഒരു ചോദ്യമുണ്ട്. കാരണം ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഈ അടുത്ത കാലത്തൊരു വിദേശ രാജ്യത്ത് ഒരു മലയാളി ഈ മറ്റൊരാളുടെ കണ്ണ് നഷ്ടപ്പെടുന്നതിന് കാരണക്കാരനായതിന് ഈ കണ്ണ് എന്നുള്ള അതിൻ്റെ ഒരു തുടർച്ച, അയാളുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുകയും അപ്പോൾ ഈ ശിക്ഷാവിധിയെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ ഈ ഇത്ര നമ്മളിപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലുള്ള കർക്കശമായ ശിക്ഷാവിധികൾ ഭാരതത്തിൽ മഹാഭാരതത്തിൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിരുന്നു, ഉണ്ടായിരുന്നു. അതിന് എന്തടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ശിക്ഷിക്കേണ്ടി വന്നാൽ? എല്ലാ ദിവസവും ഇതുപോലെ ആളുകളുടെ കണ്ണ് ചൂടുന്നെടുക്കേണ്ടി വരികയില്ല. ഇതുപോലെ 10 വർഷത്തിലൊരിക്കലോ, ചിലപ്പോൾ 50 വർഷത്തിലൊരിക്കലോ, അല്ലെങ്കിൽ 100 വർഷത്തിലൊരിക്കലോ ഒക്കെ ആയിരിക്കും ഒരു വധശിക്ഷ നടക്കുന്നത്. അല്ല ദിവസേന ഇങ്ങനെ ഓരോ കുറ്റവാളിയെ വിളിക്കുക, വെട്ട അവൻ്റെ തല, കഴുത്ത് എന്നെല്ലാ ദിവസവും പറയുന്നില്ല. നിർത്തി ആളുകളെ വെട്ടിക്കൊണ്ടിരിക്കുകയല്ല. ചിലതിന് അത്തരം ശിക്ഷ കൊടുക്കുകയല്ല, നിവൃത്തിയൊന്നുമില്ല. ശിക്ഷയുടെ കാഠിന്യമനുസരിച്ചാണ്, കുറ്റത്തിൻ്റെ കാഠിന്യമനുസരിച്ചാണ് ശിക്ഷ നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ലോജിക്കൽ ബാലൻസ് ഉണ്ട് കുറ്റത്തിന് ശിക്ഷയ്ക്കും തമ്മിൽ. ഈ ലോജിക്കൽ ബാലൻസ് തകർക്കാൻ പാടില്ല. കുറ്റയുടെയും ശിക്ഷത്തിൻ്റെയും കാര്യത്തിൽ ലോജിക്കൽ ബാലൻസ്, താർക്കികമായ സംസക്തി തകർക്കാം എന്ന് വന്നാൽ എല്ലാ കാര്യത്തിനും തകർക്കാമെന്നാണ് അർത്ഥം. എങ്കിലേ സനാതന ധർമ്മമാകും. ഒരു വസ്തു സനാതന നിയമമാകണമെങ്കിൽ എന്ത് വേണം? അതിന് എല്ലാ കാലത്തും ഒരു ആപ്ലിക്കേഷൻ വേണം. എല്ലാ കാലത്തും ഒരുപോലെ അതിന് പ്രയുക്തി വേണം, സാപേക്ഷത വേണം. എല്ലാ കാലത്തേക്കും യോജിക്കുന്നതായിരിക്കണം, എല്ലാ ജനങ്ങൾക്കും യോജിക്കുന്നതായിരിക്കണം, എല്ലാ സ്ഥലങ്ങൾക്കും യോജിക്കുന്നതായിരിക്കണം.